ഈശും ശേഖും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധിയുടെ പടവുകൾ തേടി വിശുദ്ധി കൈവരിച്ച വിശുദ്ധ ബർത്തലോമിയ കപ്പിത്താനിയോ, സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസ സഭയുടെ സ്ഥാപകയായ വിശുദ്ധ ബർത്തലോമിയ ചെറുപ്പകാലം മുതൽ തന്നെ പുണ്യജീവിതം നയിക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. ജീവിതത്തിൽ സഹനങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിരുന്നിട്ടും എല്ലാ സഹനങ്ങളെയും തരണം ചെയ്തുകൊണ്ട് അവൾ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. അവളുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധയാകുക, എത്രയും പെട്ടെന്ന് ഒരു വിശുദ്ധയാകുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. സാധാരണ ജീവിതം അസാധാരണ ജീവിതമായി അവൾ ജീവിച്ചു. അവളുടെ ജീവിതത്തിൽ സഹനങ്ങളുടെ കടന്നുപോയ നിമിഷങ്ങൾ അവൾക്ക് 9 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇറ്റലിയിലെ എല്ലായിടത്തും പഞ്ഞം പടർന്നു പിടിച്ച കാലം, യൂറോപ്പിലെല്ലായിടത്തും ദാരിദ്ര്യം അനുഭവിച്ചപ്പോൾ കപ്പിത്താനിയോ ഭവനത്തിലും ഭക്ഷണത്തിന് വകയില്ലായിരുന്നു. അതുപോലെ ബർത്തലോമിയ ജനനത്തിന് ശേഷം 5 സഹോദരങ്ങൾ ബർത്തലോമിയയ്ക്ക് ഉണ്ടായിരുന്നു. അതിൽ 4 സഹോദരങ്ങൾ മരിക്കുകയും ചെയ്തു. ഇതെല്ലാം അവളെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. എന്നാലും ശാന്തതയോടും ധൈര്യതയോടും കൂടി അവൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ബാല്യകാലം മുതൽ തന്നെ കാരുണ്യ പ്രവൃത്തികൾ ബർത്തലോമിയ ചെയ്യുമായിരുന്നു. രോഗികളെ ശുശ്രൂഷിക്കുക, ആലംബഹീനരെ സഹായിക്കുക, പാവങ്ങളിൽ ദൈവത്തെ കാണുക, അതുപോലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക. അവളുടെ ജീവിതത്തിൽ ധൈര്യം പകർന്ന ഒരു സംഭവം, അവളുടെ പപ്പ വളരെയധികം മദ്യപിച്ചിരുന്നു. ഒരു ദിവസം വളരെയേറെ രാത്രിയായിട്ടും പപ്പ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. അവൾ സത്രത്തിലേക്ക് പോയി. ധൈര്യം അവലംബിച്ച് സത്രത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ബർത്തലോമിയ കാണുന്നത് കൂട്ടുകാരോടൊപ്പം മദ്യപിച്ച് ചീട്ട് കളിക്കുന്ന പപ്പയെ. അവൾ ധൈര്യം അവലംബിച്ച് പപ്പയുടെ അടുത്ത് ഒരു കസേരയിട്ടിരുന്നു. ചുമന്ന കണ്ണുകൾ, അതുപോലെ വൃത്തിഹീനമായ സംസാരങ്ങൾ. എന്നാലും ആ പപ്പയുടെ അടുത്ത് മൗനപൂർവ്വം അവിടെ ഇരുന്നു. ചീട്ടുകളി കഴിഞ്ഞപ്പോൾ മകൾ ആ പപ്പയോട് പറഞ്ഞു, പപ്പി, നമുക്ക് ഭവനത്തിലേക്ക് തിരിച്ചു പോകേണ്ടേ? അത്ഭുതമെന്ന് പറയട്ടെ, മകളുടെ കൈപിടിച്ചുകൊണ്ട് മൊഡസ്റ്റീനോ ഭവനത്തിലേക്ക് തിരിക്കുകയായിരുന്നു. അതുപോലെ ബർത്തലോമിയയ്ക്ക് ഒരു പുതിയ സഭ തുടങ്ങുവാനായിട്ട് വളരെയധികം പ്രയാസങ്ങളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നിട്ടും എല്ലാ സഹനങ്ങളും ധൈര്യത്തോടും സ്ഥിരതയോടും കൂടി മുന്നോട്ട് വെച്ച ഈ നമ്മുടെ വിശുദ്ധ ബർത്തലോമിയ നമ്മൾക്കേവർക്കും പ്രചോദനമായി മാറട്ടെ.